ചൂടുണ്ടോ? നല്ല ചൂടാട്ടോ ഇവിടെ. നമ്മൾ ഞായറാഴ്ച എല്ലാവരും ഉണ്ടല്ലോ. ഞായറാഴ്ച നമുക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വേണ്ടേ അല്ലേ? എന്താ കണ്ടോ കിച്ചുവിൻ്റെ കയ്യിൽ നിങ്ങൾ 2 മോതിരമൊക്കെ ഇട്ടേക്കണം. ഒന്ന് കാണിച്ചു കൊടുക്കുക കിച്ചുട്ടാ. കുഞ്ഞിന് ഞാൻ വാങ്ങിക്കൊടുക്കുക, കുഞ്ഞൻ കേട് വരുത്തി കളയല്ലേ? കുഞ്ഞാ പൊട്ടിച്ച് കളഞ്ഞു. അപ്പോൾ 1 വർഷം കുഞ്ഞാ എന്തെന്ന് ഉണ്ടാക്കേണ്ടത്? ചിക്കൻ. ചിക്കൻ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം വൈകിട്ടോ. നേരം വൈകി പറഞ്ഞാൽ 11:30ഒക്കെ ആയിക്കണു. ചിക്കൻ എന്ന് പറഞ്ഞപ്പോൾ ചെക്കൻ അവിടെ തൊള്ളയിടുന്നത് ചാത്തപ്പ. എന്താണ് അവ കൂക്കണ് കണ്ട? അപ്പം അതാ അച്ചു കടയിൽ പോയി. അതാ കത്തി കിട്ടിക്കണേ. നേരേക്ക് കാച്ചു. ഒരു അതിലെത്ര ഉണ്ട്? 2 നാളെ പെരുന്നാളാച്ച നാളെ പോരെ നെയ്ച്ചോറൊക്കെ. നീ എന്താ ചെയ്യണ്ടത്? ഇന്ന് അപ്പം ഉണ്ടാക്കി തരാം, പുട്ടുണ്ടാക്കി തരാം, ചോറ് തരാം. ചോറ് വേണ്ടേ? പുട്ടും പൂവനോ? എന്താ അമ്മു ഗൗരവമായിട്ട് ചെയ്യണത്? എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയേ. ഉള്ളി നുറുക്കുമ്പോ അമ്മൂന് കരച്ചിൽ വരുന്നുണ്ടോ? ഉണ്ടോ? ഇനി ഒന്നും കൂടി. സുകന്യ അതാ പൊന്നൂസിനെ ഉറക്കാൻ വേണ്ടിയിട്ട് അവിടെ അവൻ വാശി പിടിക്കുക. കുഞ്ഞുണ്ണിക്ക് പനിയുണ്ട് കേട്ടോ. അപ്പം എന്താണെന്നറിയില്ല, അവന് ചെറിയ ചെറിയ ദേഷ്യവും വാശിയൊക്കെ. ഇനിയിപ്പോൾ അവൻ എല്ലാവരും ഒന്നിച്ചല്ലേ കിടക്കണത്. അപ്പം അത് കാരണം ചെറുതായിട്ട് പനി ഉണ്ടോയെന്നറിയില്ലല്ലോ. കുട്ടികൾക്ക് അത്രയും വയ്യാതെയല്ലേ മക്കൾ കിടക്കുള്ളൂ. അല്ലെങ്കിൽ അവരിങ്ങനെ വാശി പിടിച്ചിട്ട് ഇതിന് നടക്കുകയെന്നല്ലേ ചെയ്യുക. ഇന്നലെ മുതൽ അവന് ഭയങ്കര വാശിയിട്ടാ. നിനക്ക് എന്താ പണിയെന്ന് പറഞ്ഞു തന്നോ? അവിടെ നിന്ന് 5-6 ചകിരി എടുത്തിട്ട് പോയി. അപ്പോൾ നമുക്ക് മിന്നാമിനി വാങ്ങട്ടെ. 25 രൂപയുള്ളൂ. പേജല്ലേക്ക് നോക്കണ്ട്. ഗിഫ്റ്റ് വയ്ക്കാൻ അതൊന്നും വേണ്ട ഏട്ടാ. ബായോ മിന്നാമിനി മതി. 25 രൂപ. രാവിലെ തന്നെ വലിയൊരു തണ്ണിമത്തം കൊണ്ടുവന്നു കേട്ടോ. എത്ര പോകുന്നത് പറഞ്ഞിട്ടാ? അത് കുഞ്ഞൻ ആവേശം കയറിയിട്ട് വേഗം പോയിട്ട് എടുത്തതാണ്. ആ തണ്ണിമത്തൻ പൊട്ടിപ്പോയി. പൊട്ടി താഴെ നടുക്ക പൊളിഞ്ഞു കേട്ടോ. അപ്പം അത് തീപ്പെട്ടിക്ക് എത്തിയോ പറഞ്ഞു വെച്ചാൽ അത് കേട് വരുത്തിയിരുന്നു. വറുത്തരച്ചിട്ടാട്ടോ വയ്ക്കുന്നത്. മല്ലിയും മുളകും പാടെ കൂടിയിട്ട് കണ്ടോ. ഇങ്ങനെ വെക്കുമ്പോഴല്ലേ ചിക്കൻ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് അല്ലേട്ടാ? നമ്മൾ സാധാ വെക്കുന്നതിനെക്കാട്ടിലും ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കെന്നെ ഈ പണി തരുള്ളൂ. പിരി വല്ലാത്ത സാധനങ്ങൾ എന്ന് മനസ്സിൽ വിചാരിക്കണ്ടാവും. എന്താ വിചാരിക്കണ്ട്? പിന്നെന്തെങ്കി പിന്നെ പറഞ്ഞ് ഏട്ടാ സുകന്യ ബിരിയാണി ഉണ്ടാക്കുക വെച്ചതാണ് കേട്ടോ. നാളെ കോഴിയുടെ നല്ല തിന്നുണ്ടാവും. കോഴിക്ക് വില കൂടി ഇത്രേ. കട്ടേക്കാൻ വേണ്ടിട്ട് വെച്ചിട്ടാണ്. അനിയൻ കൊടുങ്ങല്ലൂര് പോയിരിക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് എല്ലാ വർഷവും കൊടുങ്ങല്ലൂർ പോവാറുണ്ട്.
ഇനി ചെമ്മീനില്ലേ ചെള്ളിപ്പൊടിയുടെ അഭിഷേകമായിരിക്കും കേട്ടോ. അമ്മേമ്മ പോയിട്ടോ. ഇനി ഒരു ഇനി ചെള്ളിപ്പൊടിയും മാങ്ങിയും ചെള്ളിപ്പൊടിയും ചക്കക്കുരു ചെള്ളിപ്പൊടിയും എന്താ പറയാ മുരിങ്ങക്കായ ചെള്ളിപ്പൊടി ഉപ്പേരി ചെള്ളിപ്പൊടി ചമ്മന്തി. ഇനി അതുകൊണ്ട് ചമ്മന്തിപ്പൊടിന്റെ അപ്പൊ ചമ്മന്തി കുറച്ച് ഇഷ്ടേ ആയിരുന്നില്ല നിങ്ങൾക്ക്. എനിക്ക് ആദ്യം കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ മാങ്ങ ഇട്ടിട്ട് ഉണക്കമുളകൊക്കെ ഇട്ടിട്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കും. നോക്കട്ടെ അണ്ടാവോടൊക്കെ മുത്തണം. ചെമ്മീനല്ലേ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഇത് കൂടെ തന്നെ നമ്മൾ കുരുമുളക് ഇട്ടു. എന്നിട്ട് ഇനി കൊണ്ടുവരും കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ മുമ്പത്തെ പ്രാവശ്യം വലിയൊരു മീൻ കൊണ്ടുവന്നിരുന്നു ലേട്ടാ. വലിയ മീൻ കൊണ്ടുവന്നിരുന്നു കടലിൽ പോയി കഴിഞ്ഞ് വന്നിട്ട്. എന്നിട്ട് ആരാ തിന്നെ? അച്ഛനും നിങ്ങളൊറ്റയ്ക്കോ? നിങ്ങളും ഇങ്ങടെ മീനും നല്ല നല്ല മീനാ ഏട്ടാ. ആ ന്യൂ സ്റ്റാർ ഓടണോ? അയ്യോ അവർക്കിന്ന് ദിവസം തെറ്റിയോ? മറന്നു. അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം ഓടാത്തതാണ് കേട്ടോ. അവന്റെ വിചാരം ശനിയാഴ്ച. വയ്യ. നീ ഇതൊന്ന് എന്താ അരച്ചെടുക്കട്ടെ. ആദ്യമൊക്കെ അമ്മിയിൽ ഇങ്ങനെ അരച്ച് ഒരു ഉരുളേക്കും. എന്നിട്ട് ഇങ്ങനെ ചിക്കനിൽ ഇങ്ങനെ തിരുമ്പി ഇങ്ങനെ വെക്കും. തിരുമ്പി വെക്കും. അങ്ങനെ അരച്ച് വെക്കും. അപ്പൊ തിരുമ്പി വെക്കും. ബാക്കി എല്ലാവരും സഹിക്കുക. ഇതിന് സഹിക്കാൻ ഭയങ്കര പാടാട്ടോ. ഇല്ലേ സുകന്യേ? എല്ലാവരും സഹിക്കുക. അച്ചുവിനെ സഹിക്കാൻ കുറച്ച് പാടാണ് പറയാ. അച്ചു എന്തെങ്കിലും നമ്മൾ 2 വർഷം മുമ്പുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. അവൾ ആന കൊരട്ടത്ത് വെക്കുന്ന പോലെ കൊരട്ടത് ഒരു അവസരം വരുമ്പോൾ അച്ചു പറയും അങ്ങനെ പറഞ്ഞില്ലേ, അങ്ങനെ കാട്ടിയില്ലേ. ഒറ്റ പ്രശ്നമേ ഉള്ളൂ എൻ്റെ അച്ചുവിനെയും കൊണ്ട്. എന്തെന്നറിയോ? രാവിലെ ഞങ്ങൾക്ക് പലഹാരമില്ലാതെ ഞങ്ങൾ കഴിക്കൂല. ഇന്നിപ്പോൾ ഒരു തണ്ണിമത്തം മൊത്തം കഴിച്ചിട്ടായിരിക്കും അച്ചു, ആർക്കും കൊടുക്കാണ്ട്. സുകന്യേ, ഞാൻ തണ്ണിമത്തം കഴിച്ചോ? ഞാൻ കഴിച്ചില്ല. എടി കുതിരക്ക് കൊടുക്കുന്ന സാധനമാണ് അത്. കുതിരകൾ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അമ്മ ഉള്ളി എരിഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് പറയണേ ഇങ്ങനെ എരിഞ്ഞാൽ മതിയൊന്ന്. നല്ല മിക്കനെ എരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആനക്കുട്ടിക്ക് തമ്മില് ഫാനോ? ആ അങ്ങനെ ചൂടൊക്കെ നിങ്ങൾ അറിയണേ. ചൂടും വിശപ്പും ദാഹവും ഒക്കെ അറിയണം, അല്ലെങ്കിൽ ശരിയാവില്ല. ഇന്നത്തെ മക്കള് എല്ലാം അറിയണം. എല്ലാം അറിയണം. എല്ലാം അറിയണം. ബുദ്ധിമുട്ട് അറിയണം. ഓരോന്ന് ലുലുമാൾ പോണം അത് അവിടേക്ക് പോകണം ഇവിടേക്ക് പോകണം പറയില്ലേ. ഇതൊന്നും പോകാൻ പറ്റാത്ത കുട്ടികളും ഉണ്ടേ, അതും ചിന്തിക്കണം. പോണ കുട്ടികളും ഉണ്ട്, അതും ചിന്തിക്കണം. പിന്നെ കുറേ വിറക് കൊണ്ടുവന്നതല്ലേ അമ്മ. വിറകൊക്കെ എന്താ കഴിഞ്ഞേക്കണെന്ന്. പിന്നെ ദിവസം ഇവിടെ ഗ്യാസ് എത്ര മാസം നിൽക്കും പറഞ്ഞിട്ടാ ഇങ്ങനെ വിറക് കൊണ്ടുവരും കൊണ്ടാണ്. എന്ത് ഇനി അമ്മയെ പറയണ കേട്ടോ, എടുത്തു വെക്കാണ്. സ്കൂള് തുറക്കാറാവുമ്പോഴേക്കല്ലേ? എൻ്റെ അമ്മ ക്യാരം ബോർഡ് ഇപ്പൊ ഒന്നും നടക്കില്ല കേട്ടോ. ഇനി കുറച്ച് ദിവസം കഴിയട്ടെ. ചേച്ചിയുടെ പെരിയിട്ടിട്ട് നടക്കണുണ്ടോ അനിയൻ? വേറൊന്നും കിട്ടിയില്ല അവന്. അവ ഇട്ട് നടക്കട്ടെ. ഏട്ട് ഇവർക്ക് നെയ്ച്ചോറ് വേണത്രേ.
അയ്യോ എന്നാണ് നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഇവിടെ വാങ്ങലുള്ളത്? പൊറോട്ട വാങ്ങും, ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു കുഴിമന്തി വാങ്ങൂല അമ്മൂട്ടി. വാങ്ങാൻ വയ്യാന്നല്ലേ അച്ഛൻ പറഞ്ഞേ? ഓ മൈലാഞ്ചി അച്ഛൻ മൈലാഞ്ചി ഇടുന്ന ആളും നമ്മളോ കൈ നീട്ടി കൊടുക്കുന്ന ആളും. എന്തിനാ നോക്ക് ഭഗവാനെ, ആ തലയത്തേന്ന് അയച്ച ഈ അമ്മൂല്ലേ, അമ്മൂന് തലമുടി സ്കൂളിലേക്കുള്ള പോണ സമയത്ത് മാത്രം അവൾക്ക് മുടിയൊക്കെ ഒന്ന് വൃത്തിയിൽ കെട്ടാൻ ഇഷ്ടമുള്ളൂ. ഇല്ലെങ്കിൽ അമ്മു ഇങ്ങനെ തന്നെയാണ്. ഞാനൊന്ന് തൊടുക വരുന്നാലോ, ഞാൻ തൊട്ടേ കണ്ടോ, അവൾക്കപ്പം നെയ്ച്ച് അവൾ വേഗം നെയ്ച്ച് പോവുകയും ചെയ്യും. ലൂസിഫർ കാണാൻ പോയിട്ട് അത് രസമുണ്ടായിരുന്നില്ല. ലൂസിഫർ കാണാൻ പോയിട്ട് അതൊക്കെ ഇഷ്ടമായില്ല. മാർക്കാ കഴിച്ചുട്ടാ മാറ് തായോ എടി ഒന്ന് വേഗം വരും വരും അമ്മക്കിന് വരട്ട് പ്രാവശ്യം ഇപ്പോഴും നീട്ടിച്ചിട്ട് മഞ്ഞപ്പൊടി അത് മറ്റേ അങ്ങനെ തിന്നാ മതിയല്ലായിരുന്നു. ആരില്ല സലാഡ് വരട്ടിയാ മതിയോ? മുളക് വറുത്തുപൊടി എന്താ തൈര് കൂട്ടിയൊരു വരട്ടിയ ഉള്ളി സുകന്യെ വരട്ടിയാ മതി. എത്ര വരട്ടിയ പോരെ? അതിനെ മേമ ഞാനൊരു സൈഡാ ഇഞ്ചി സൈനും ചാറ് വേണ്ട, ഉരുളക്കിഴങ്ങ് അത് വേണ്ട. മറ്റേ പോലെ വെക്കിട്ടുണ്ട് വരട്ടിട്ട് അമ്മ എപ്പോഴും വെക്കില്ല. നല്ല കറുത്ത കളറിലോ കറുത്ത കളർ ബീഫ് ആവുക, കറുപ്പൊന്നും ആവില്ല. ഒരു ചിക്കൻ ആക്കും. മറ്റേ പെപ്പറിട്ട് പൊത്താം നമുക്ക്. പ്രശ്നം എന്താ കുട്ടികളില്ലാന്നാണ്. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടിട്ട് ചെയ്യുന്നതും നമ്മൾ മുളക് മല്ലിയായിട്ട് വറുത്തരച്ച് വെക്കുന്നതും രണ്ടും രണ്ട് രുചിയാണ് അല്ലേ? അതിൻ്റെ മണം തന്നെ വേറെയാണ് കേട്ടോ. കുറച്ച് വെള്ളം എടുത്തിട്ട് പോയോ, എന്നാ വരട്ടിയ പോലെ കുഴമ്പനാക്കിട്ട് എടുക്കുക. അത് തണുത്ത വെള്ളമല്ലേ അതില് പോയിട്ട് 4 ടെഡ്ഡി ബിയർ, 4 ടെഡ്ഡി ബിയർ അല്ല എനിക്ക് വാങ്ങാനോ വലിയത് വാങ്ങാം. അച്ഛാ ഫസ്റ്റ് നമുക്ക് അവിടെ പോയിട്ട് മറ്റേ അന്ന് നമ്മൾ കണ്ടില്ലേ ഒരു ടെഡ്ഡി, അതിനൊക്കെ വില അമ്മയായില്ലേ? 10 രൂപ കിട്ടും അവിടെ പോയി. ഓ ശരി ശരി, എന്താച്ചാ വാങ്ങാം. അതില് രസം എന്താണെന്നറിയോ? സ്കൂളിൽ നിന്ന് കിട്ടിയ 600 രൂപ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ പൈസ കഴിഞ്ഞു. എല്ലാ ആഴ്ചയൊക്കെ ഞാൻ ചെലവാക്കി. എന്റെ കഴിഞ്ഞു. ലാസ്റ്റ് ഞാൻ 200 രൂപ കണക്ക് ഞാൻ ലാസ്റ്റ് ചെലവ് വന്നിട്ടോ. ഇതാട്ടോ എന്താ അങ്ങനെ അടച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൽ കുരുമുളകും ഇതാണ്ടോ. ബിരിയാണി വാങ്ങാൻ വേണ്ടി അത് മതി, ധാരാളം. ഇനി തമ്മിൽ തന്നെ കൂടണ്ട മക്കളെ ഇങ്ങക്ക്. ഇതാട്ടോ ഉണ്ടായിരിക്കും. എടുത്തേക്കാണേ കിട്ടുമ്പോ കിട്ടുമ്പോ സിരിക്കുണ്ട് പറയുമ്പോ വാങ്ങി തിന്നാൻ മഴ. എന്നിട്ട് ബിരിയാണി കോഴിമുട്ട വാങ്ങിച്ചല്ലോ ഇയാർന്ന്, ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചല്ലോ. തമ്മത്തല്ല് കൂടെ നോക്ക്. എന്താ
ആ പഴയ രസിച്ച് കരിക്ക് ബാക്കി കഴിയാനായത് എനിക്ക് അല്ലേ. ഇന്ന് നമ്മുടെ വീടിന്റെ മുമ്പിലേ ഇഷ്ടം പോലെ വണ്ടികളാണ് കേട്ടോ. അതാ ഒരു സ്കൂട്ടി നിക്കണു, ഇതാ ഒരു ബൈക്ക് നിക്കണു. ആ അതും ഇവിടെ ഓട്ടോ എടുക്കാൻ വേണ്ടിട്ടേ. പിന്നെ കൊടുങ്ങല്ലൂർ പോകുമ്പോ ഇവിടുന്ന് ഭക്ഷണമൊക്കെ ആയിട്ടാണ് കേട്ടോ കൊണ്ട് പോവുക. 17 പേരുണ്ട് തോന്നുന്നു, 17-18 പേര്, 19 പേര് വണ്ടിക്കാരനടക്കം. അപ്പോൾ ബിരിയാണിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഉച്ചയ്ക്ക്. അതാണ് സുഗന്യക്കുന്ന ദൂഷ്യം. അല്ലെങ്കിൽ ഞങ്ങൾ നാളെയാണ് നാളെ എന്നിട്ട് അവൾ പറയും നാളെ ചിക്കൻ വാങ്ങിയിട്ട് നാളെ ബിരിയാണി ഉണ്ട്. ചിക്കനല്ല കേട്ടോ, ഇവർ കുഴിമന്തി വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇവർക്ക് എന്താ അവൾ പറഞ്ഞു ഏയ് പറ്റില്ല, അവരൊക്കെ ബിരിയാണി കഴിക്കുമ്പോൾ എനിക്ക് മാത്രം ഒന്നും കിട്ടാതെ ഞാൻ സമ്മതിക്കില്ല പറഞ്ഞിട്ട്. അപ്പോൾ ഇനി നമ്മൾ എന്താ കൊടുങ്ങല്ലൂർ പോകുമ്പോഴൊക്കെ ഇറച്ചി മീനൊക്കെ കഴിച്ചിട്ട് പോകട്ടോ. അത് എന്താണ്, എൻ്റെ അച്ഛനൊക്കെ പോയിരുന്നതാണ്, ഇവിടുത്തെ അച്ഛനും പോയിരുന്നതാണ്. ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് എൻ്റെ കല്യാണം എത്ര വർഷമായിട്ട് അച്ഛൻ അച്ഛനൊക്കെ എത്രയും പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞേ സതിയേട്ടൻ കൊടുക്കല്ലൂർ പോവുകയാണെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു നമുക്കൊരു ദിവസം പോകണം എല്ലാവർക്കും പാടെ കൂടിയിട്ട് അല്ലേ. നമുക്കിനി വരട്ടിയതുപോലെയല്ലേ വേണ്ട, ചാറ് വേണ്ടല്ലോ. ഇനി ചാറിനെ പറഞ്ഞിട്ട് പറഞ്ഞല്ലോ അച്ഛനുള്ള മുളക് കുറച്ച് പുളി ഉണ്ട്. അച്ഛനല്ല ഞങ്ങൾക്ക് അതാരോ ഫോൺ അടിക്കണം. അപ്പോഴേ ഇതാ നമ്മുടെ ചിക്കനായിട്ടാ. നമ്മളിതിൽ വേറൊന്നും കൂട്ടിയിട്ടില്ല. കുരുമുളക്, മുളക്, മല്ലി, ചിക്കൻ മസാല ഒന്നും ഇല്ല കേട്ടോ. വേണമെങ്കിൽ ചിക്കൻ മസാല ഇടാം. ചിക്കൻ മസാല ഇടണോ? ഇതിൻ്റെ എന്താ കഴിച്ച് നോക്കിക്കോളി അടുപ്പൊന്ന് ഇറക്കിയിട്ട്. അപ്പം ഞാൻ അത് വാങ്ങി വെക്കുകയാണേ. വേണ്ടില്ലേ ചിക്കൻ്റെ കളർ കണ്ടാ? അതല്ലടി ചെറിയ പീസ് തൊട്ട് പോകരുതെന്നോ? സൂപ്പർ. മറ്റേ ചിക്കനേക്കാളും ടേസ്റ്റ് ഇല്ല ഇങ്ങനെ വെക്കുമ്പോൾ. മൈലാഞ്ചിയോ? എപ്പോഴും ഒരേപോലെ വെക്കുമ്പോഴേ പൊടി തന്നെ ഇട്ട് വെക്കുമ്പോൾ ഇടയ്ക്ക് മാറിയിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടാവും. കറക്റ്റ്. ഞാൻ ഉള്ളി കൊണ്ടുവന്ന് ഉള്ളി 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 അമ്മോതാതെ തീ ഉള്ളി കൊണ്ടുവന്നു കയ്യിൽ പഠിക്കാൻ മതി. നല്ല ചൂടായിട്ടോ. അപ്പം ഞാനതാ ഉള്ളിയിട്ടത്. ഇനിയിപ്പോൾ ചോറ് ഞാൻ വെച്ചതുണ്ട് കേട്ടോ. അപ്പം അതും കൊണ്ട് കുറച്ച് വെക്കണുള്ളൂ ബിരിയാണി. ഇപ്പോൾ ഒരു നേരം കഴിക്കാനുള്ളത്. ഇഞ്ചി അല്ലേ സൂന്യ? ചോറ് വെച്ചതുണ്ട് അപ്പയ്ക്കല്ലേ. ഓരോരുത്തർ അവിടെയും ഇവിടെയും കഴിക്കുന്നുണ്ട്. അവിടെ ഉള്ളവർക്ക് പൂതി കയറും ഇല്ലേട്ടാ. അവിടെയും ഇവിടെയേ എന്തെങ്കിലും കഴിക്കുന്നുണ്ട് കഴിഞ്ഞാലേ ഇവിടെ ഉള്ളവർക്ക് പൂതി കയറും പറയാ അല്ലേ. അയിനോ അയിനോന്ന് ഇംഗ്ലീഷുകാരി വന്നേക്കണോ? ഏലക്കായ എന്താ എന്താണ് ചോദിക്കുക? എന്തോ ഒരു ചൂടാച്ചിട്ടാ, നല്ല ചൂട്. ഒന്ന് നല്ല പോലെ ഒന്ന് മുരിയട്ടെ. ഏത് എവിടെയാ വെളിച്ചെണ്ണ? വലിയച്ഛന്റെ പേരെന്താ ചോദിച്ചേക്കാ?
അമ്മച്ചി ചൂണ്ടിക്കൂടെ കൊടുക്കാം അമ്മച്ചി കളർ വെക്കാം പോക്കും അതുകൊണ്ട് ഒക്കെ ആയിട്ട് വെള്ളം എത്ര ലിറ്റർ അമ്മ ഒരു പാത്രം വെള്ളം പോരെ ആണോ ഇതെന്താ അമ്മച്ചി ഫുൾ ഹാർട്ട് വെച്ച് കളിക്കുക കാണിക്കൂ കുഞ്ഞത്തോ മല്ലിയിലേക്ക് കണ്ടപ്പോഴേ കൈയ്യിന് മതി ഞാൻ അർമാദിച്ചോണ്ട് ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ചിട്ടാ ചേട്ടാ ഇത് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക അത് ഇല്ലേ ചുമക്കാൻ ഇറക്കാൻ എന്താ പൊന്നു തെറ്റിക്കണത് ഇറച്ചിയാവും തിന്നിട്ട് ആറ് പൊന്നു നമ്മുടെ രാത്രി കൂടി വേണം എല്ലാരും 2 കഷ്ണം ഇട്ടത് ഇതാ സംഭവം. ഇനി ഇതൊന്ന് ചൂടാറാൻ വെക്കട്ടെ, സാലഡും കൂടി എൻ്റെ അമ്മ എനിക്ക് പൂതി മാറി നോക്ക് വിയർത്ത് കുളിച്ചിക്കണു ഞാൻ കേട്ടാ. ഏട്ടാ ഇത് ഉള്ളിക്ക് കൊണ്ടേക്കട്ടെ ഏട്ടാ ഏട്ടാ മാറ് മാറ് ഇങ്ങോട്ട് മാറ്, നിങ്ങളുടെ കാലിക്ക് തട്ടല്ലെങ്കിൽ മാറ് മാറ് മാറ്. അയ്യോ പൊന്നൂനൊന്ന് പിടിക്കോ നോക്ക്. ഒന്ന് ഇളക്കി കൊടുത്തതിനാണ് ഏട്ടാ നോക്ക്. ആ ചൂടാറാൻ വേണ്ടിട്ട് മുത്തേ പൊന്നു, അത് ചൂടാറാൻ വേണ്ടിട്ടാണ്, ചൂടാറട്ടെ. അപ്പോ അങ്ങനെ തന്നെ കൂട്ടി കിടക്കണോ? വേണ്ടേ? ചൂടാറാൻ വേണ്ടിട്ടാണേ. ചൂടാറണ്ടേ? ചൂടാറണ്ടേ പൊന്നു? എന്ത് ചെക്കനാത്? വേണ്ട വേണ്ട വേണ്ട, ഇത് എടുക്കണ്ട, ഇത് എടുക്കണ്ട. ഏട്ടാ ഏട്ടാ ഇല എടുത്തിട്ട് വാ. ഇല വേണോ? ആ ഇല എടുത്തിട്ട് വെറുതെ കളിക്കന്നെ. ആർക്കും അല്ലേ ഇന്ന്? ഇല എടുത്തിട്ട് വരാൻ പറ വലിയച്ഛൻ. ആർക്കും അല്ലേ ഇല്ലേ? ആ ബാ ഇതൊക്കെ എടുക്ക്. ക്ലാസ്സുകൾ എടുത്തിട്ടില്ലല്ലോ, അങ്ങോട്ട് കൊണ്ടേക്കമ്മോ. അപ്പോഴേ വിളമ്പാൻ തുടങ്ങിക്കോ. വിളമ്പല്ല നമുക്ക് നമുക്ക് ഇതാ മക്കള് കഴിക്കാൻ തുടങ്ങിട്ടോ. എങ്ങനെയുണ്ട്? പൊന്നു പൊന്നു മാമുണ്ണാണോ? ഇതെന്താ കാണിക്കുന്നത്? ഭയങ്കര മരാമത്താണല്ലോ. അപ്പതാ ഞങ്ങളുടെ ഞായറാഴ്ചത്തെ തിരക്കുകൾ കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് മാത്രമുള്ളത് വെക്കണുള്ളൂ വിചാരിച്ചു. ബിരിയാണി പിന്നെ കുറച്ച് കൂടുതൽ വെച്ചുവിട്ടോ. എന്താണെന്നറിയാം, മക്കളല്ലേ ബിരിയാണി എന്ന് പറയുമ്പോഴേക്കും പിന്നെ അവർക്ക് ആവേശം കയറുമല്ലോ, അത് വിചാരിച്ചിട്ട്. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ. വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം.